ഹലോ. അപ്പോൾ എനിക്കിവിടെ വേറെ പണിയൊന്നുമില്ലേ, എനിക്കിതിനൊക്കെ എങ്ങനെ സമയം കിട്ടുന്നു എന്ന് ചോദിക്കുന്നവർക്കുള്ളൊരു ആൻസറാണ് കേട്ടോ ഈ വീഡിയോ. സത്യത്തിൽ ഞാൻ സ്ട്രെയിറ്റ് വീഡിയോ ചെയ്യുന്നൊരു പ്ലാനിലൊക്കെയാണ് വന്നത്. പക്ഷേ എൻ്റെ കൂടെ 2 പേരുള്ളത് കൊണ്ട് അവരതിന് സമ്മതിക്കില്ലാത്തതിനാലും നമുക്ക് വോയിസ് ഓവറായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഞാനിവിടെ NHSൽ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന 2 പേര് എൻ്റെ കൂടെ എപ്പോഴും തന്നെ കാണും. ഇവിടെ ഞങ്ങൾ നിൽക്കുന്നിടത്ത് മെയ്ഡ് സർവീസ് ഒന്നും ഞങ്ങൾക്ക് അത്ര അഫോർഡബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മെയ്ഡ് കം ക്ലീനർ കം ഷെഫ് ഒക്കെ ഞാൻ തന്നെയാണ് എൻ്റെ ഓഫ് ഡേയ്സ്. അതുപോലെ എനിക്ക് ഡ്യൂട്ടി ഉള്ള ദിവസം എൻ്റെ ഹസ്ബൻഡും എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. സോ ഇറ്റ്സ് നോട്ട് ഓൾ അബൌട്ട് ടൈം. നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ എങ്ങനെ എടുക്കുന്നു, അല്ലെങ്കിൽ ടൈം എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. അപ്പം നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു 5 to 10 മിനിറ്റ്സ് നമ്മുടെ ദിവസത്തിൽ നിന്നും എടുക്കുമ്പോൾ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തങ്ങ് മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്. സോ ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നവരായിരിക്കും ഒരു സപ്പോർട്ടും നമുക്ക് തരാത്തത്. തളരരുത് രാമൻകുട്ടി, തളരരുത്. ചിലർക്ക് ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് ഉണ്ടാവില്ല, ചിലർക്ക് പേരൻസിൻ്റെ സപ്പോർട്ട് ഉണ്ടാവില്ല, ചിലർക്ക് ഇതൊന്നുമില്ലാതെ ഒറ്റയ്ക്കുള്ളവർ കാണും. സോ അൾട്ടിമേറ്റ്ലി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. സോ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് വീക്കായാൽ ഫിസിക്കൽ ഹെൽത്തും വീക്കാവും. സോ ഈ പറഞ്ഞ 2 മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നന്നായിട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. വേറൊരാളും നമ്മളെ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരില്ല. സോ കീപ് ഗോയിങ് വിത്ത് വാട്ട് യു എൻജോയ് മോസ്റ്റ്. അപ്പോൾ ടാറ്റ, ബൈ ബൈ.